ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതി 21 ദിവസത്തെ ഇടക്കാല ജാമ്യം അനുവദിച്ചു. മദ്യനയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് ഉപാധികളോടെ ജാമ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം രാജ്യത്ത് സജീവം. 4ാം ഘട്ടത്തിലേക്കുള്ള പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. വോട്ടിംഗ് കണക്കുകളിൽ പൊരുത്തക്കേടുണ്ടെന്ന കോൺഗ്രസിന്റെ ആരോപണം തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് വീണ്ടും സൂര്യാഘാതമേറ്റ് മരണം. വേനൽച്ചൂട് അതികഠിനമായ സാഹചര്യത്തിൽ തൊഴിൽ സമയക്രമീകരണങ്ങളെക്കുറിച്ചുള്ള പരിശോധന ഊർജിതമാക്കി തൊഴിൽ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. ടോസ് നേടിയ ചെന്നൈ ബൌളിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. പ്രധാന രാഷ്ട്രീയ കക്ഷികളുടെ താരപ്രചാരകരും മുതിർന്ന നേതാക്കളും പ്രചാരണ രംഗത്ത് സജീവമാണ്. അതേസമയം 4ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. വിശദാംശങ്ങളിലേക്ക്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് മഹാരാഷ്ട്രയിലെ നന്ദുർബാറിൽ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തു. തെലങ്കാനയിലെ നാരായൺപേട്ടിലും മഹാബൂബ് നഗറിലും അദ്ദേഹം റാലികളിൽ പങ്കെടുത്തു. ഹൈദരാബാദിലും ഒഡീഷയിലെ ഭുവനേശ്വർ, കന്ധമാൽ, ബലംഗീർ, ബർഘട്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും പ്രധാനമന്ത്രി ഇന്നും നാളെയുമായി പ്രചാരണം നടത്തും. കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ അമിത്ഷാ ഇന്ന് ജാർഖണ്ഡിലും പശ്ചിമബംഗാളിലും പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുത്തു. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് തെലങ്കാനയിലെ ഹൈദരാബാദിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. ആന്ധ്രാപ്രദേശിലും അദ്ദേഹം തിരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ കനൌജിൽ ഇന്ന് പൊതുസമ്മേളനത്തിൽ സംസാരിച്ചു. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഇന്ന് അമേഠിയിൽ പ്രചാരണം നടത്തി. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിലെ കനൌജിൽ തിരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 6ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. 6 സംസ്ഥാനങ്ങളിലെയും ഡൽഹിയിലെയും ജമ്മുകാശ്മീരിലെയും ഉൾപ്പെടെ 58 പാർലമെന്റ് മണ്ഡലങ്ങളിലാണ് ഈ മാസം 25-ന് വോട്ടെടുപ്പ് നടക്കുക. ഡൽഹിയിലെയും ഹരിയാനയിലെയും മുഴുവൻ മണ്ഡലങ്ങളിലും, ഉത്തർപ്രദേശിലെ 14-ഉം ബീഹാറിലെയും പശ്ചിമബംഗാളിലെയും 8-ഉം ഒഡീഷയിലെ 6-ഉം ജാർഖണ്ഡിലെ 4-ഉം ജമ്മുകാശ്മീരിലെ 1 മണ്ഡലത്തിലും 6ാം ഘട്ടത്തിൽ വിധിയെഴുതും. വോട്ടിംഗ് കണക്കുകളിൽ പൊരുത്തക്കേടുണ്ടെന്നും കണക്കുകൾ പുറത്തുവിടാൻ കാലതാമസം ഉണ്ടെന്നുമുള്ള കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ആരോപണത്തെ തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും തെറ്റിദ്ധാരണകൾ പരത്തുന്നതാണെന്നും കോൺഗ്രസ് അധ്യക്ഷന് അയച്ച കത്തിൽ കമ്മീഷൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ താഴ്ത്തിക്കെട്ടുന്ന തരത്തിൽ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രസ്താവന നടത്തുന്നത് അസ്വസ്ഥത ഉളവാക്കുന്നതായും കമ്മീഷൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പ് തിങ്കളാഴ്ച നടക്കാനിരിക്കെ ഈ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗം ഉണ്ടാകില്ലെന്ന് അറിയിച്ച് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ്. 9 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിലുമായി വ്യാപിച്ചു കിടക്കുന്ന 96 ലോക്സഭാ സീറ്റുകളിലാണ് 4ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾ ഉയർത്തിയ പ്രചാരണ ബോർഡുകൾ, തോരണങ്ങൾ എന്നിവ ഈ മാസം 15-നകം നീക്കം ചെയ്യണമെന്ന് സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സർക്കുലർ. നിർദ്ദേശം നടപ്പിലാക്കിയില്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ തന്നെ ബോർഡുകളും തോരണങ്ങളും നീക്കം ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. ഇതിന് ചെലവാകുന്ന തുക അതത് പാർട്ടികളിൽ നിന്ന്, സ്ഥാനാർത്ഥികളിൽ നിന്നോ ഈടാക്കും. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതി 21 ദിവസത്തെ ഇടക്കാല ജാമ്യം അനുവദിച്ചു. മദ്യനയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് അവസാനിക്കാനിരിക്കെ ജൂൺ 1 വരെയാണ് ജാമ്യം അനുവദിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ജയിൽ മോചിതൻ ആക്കണമെന്ന് കെജ്രിവാൾ ആവശ്യപ്പെട്ടിരുന്നു. 2022 ഓഗസ്റ്റിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിലും ഈ വർഷം മാർച്ച് 21-നാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്യുന്നതിൽ വരുത്തിയ കാലതാമസം സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ച സുപ്രീംകോടതി വിധി ജനാധിപത്യത്തിന്റെയും ഭരണഘടനയുടെയും വിജയമാണെന്ന് ആം ആദ്മി പാർട്ടി. ഭരണഘടനയിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും പ്രതീക്ഷയുടെ കിരണമാണ് സുപ്രീംകോടതി നൽകിയതെന്ന് ആം ആദ്മി പാർട്ടി നേതാവ് ഗോപാൽ റായി പറഞ്ഞു. കേജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം സംബന്ധിച്ച സുപ്രീംകോടതി വിധി സത്യം വിജയിച്ചതിന് തെളിവാണെന്ന് AAP നേതാവ് അതിഷി പറഞ്ഞു. കോൺഗ്രസ് നേതാവ് പവൻ ഖേരയും സുപ്രീംകോടതി വിധിയെ സ്വാഗതം ചെയ്തു. രാജ്യത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നിർണ്ണയിക്കുന്നതിലും
നിർണായക സ്വാധീനം ചെലുത്തുന്ന ഒന്നായി കെജ്രിവാളിന് ജാമ്യം നൽകിയ സുപ്രീം കോടതിയുടെ വിധി മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെറ്റായ നീക്കങ്ങൾ ജുഡീഷ്യൽ പരിശോധനയെ അതിജീവിക്കില്ല എന്നതിന്റെ സൂചന കൂടിയാണ് ഈ വിധിയെന്നും മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. പ്രശസ്ത യുക്തിവാദി ഡോക്ടർ നരേന്ദ്ര ദഫോൽക്കറെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ സച്ചിൻ അന്തുരയെയും ശരത് കലാസ്കറെയും പൂനെയിലെ പ്രത്യേക UAPA കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. മറ്റു 3 പേരെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു. അന്ധവിശ്വാസ വിരുദ്ധ പ്രവർത്തകനായ ദഫോൽക്കർ 2013 ഓഗസ്റ്റ് 20 പൂനെയിലാണ് വെടിയേറ്റു മരിച്ചത്. അന്ധവിശ്വാസങ്ങൾക്കെതിരായ ദഫോൽക്കറുടെ കുരിശുയുദ്ധത്തെ പ്രതികൾ എതിർത്തിരുന്നതായി CBI അന്തിമവാദത്തിൽ വ്യക്തമാക്കിയിരുന്നു. ബോംബെ ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് 2014 പൂനെ പോലീസിൽ നിന്ന് CBI അന്വേഷണം ഏറ്റെടുത്തത്. നയതന്ത്ര ഔദ്യോഗിക പാസ്പോർട്ടുകൾക്കുള്ള വിസ ഇളവ് സംബന്ധിച്ച കരാറിൽ ഇന്ത്യയും മോൾഡോവയും ന്യൂഡൽഹിയിൽ ഒപ്പുവച്ചു. ഇരു രാജ്യങ്ങളുടെയും പാസ്പോർട്ടുകൾ കൈവശമുള്ളവർക്ക് വിസയില്ലാതെ പരസ്പരം യാത്ര ചെയ്യാൻ ഈ കരാർ അനുവദിക്കും. വിദേശകാര്യ മന്ത്രാലയം സെക്രട്ടറി പവൻ കപൂർ, മോൾഡോവയുടെ അംബാസഡർ അന തബാൻ എന്നിവർ കരാറിൽ ഒപ്പുവച്ചു. റഷ്യൻ പ്രധാനമന്ത്രിയായി മിഖായേൽ മിഷുസ്റ്റിനെ പുനർനിയമിക്കണമെന്ന് നിർദ്ദേശിച്ച് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. റഷ്യൻ നികുതി സേവന വിഭാഗത്തിന്റെ മുൻ തലവനായിരുന്ന മിഷുസ്റ്റിൻ കഴിഞ്ഞ 4 വർഷമായി റഷ്യൻ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു. നിയമനിർമ്മാണ അസംബ്ലിയായ സ്റ്റേറ്റ് ഡ്യൂമയിലേക്കുള്ള മിഷുസ്റ്റിന്റെ സ്ഥാനാർത്ഥിത്വം ചർച്ച ചെയ്യുമെന്ന് റഷ്യൻ പാർലമെന്റ് സ്പീക്കർ വ്യാസസ്ലോവ് വൊലോഡിൻ അറിയിച്ചു. കപ്പലുകളുടെ നിർമ്മാണത്തിനായി തദ്ദേശീയമായ മറൈൻ ഗ്രേഡ് അലൂമിനിയം നിർമ്മിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമായി ഹിൻഡാൽകോ ഇൻഡസ്ട്രീസുമായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ധാരണാപത്രം ഒപ്പുവച്ചു. അലൂമിനിയം ഹൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഉപയോഗിക്കുന്ന 67 കപ്പലുകൾ ആഴം കുറഞ്ഞ മേഖലകളിൽ തീരദേശ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്നുണ്ട്. തദ്ദേശീയമായി നിർമ്മിച്ച ഇത്തരം കപ്പലുകൾ കൂടുതൽ ഉൾപ്പെടുത്താൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പദ്ധതിയിട്ടിട്ടുണ്ടെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 14 മുതൽ 25 വരെ ഫ്രാൻസിൽ നടക്കുന്ന 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഇന്ത്യ പങ്കെടുക്കും. കോർപ്പറേറ്റ് ഇന്ത്യൻ ഡെലിഗേഷനിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ പ്രതിനിധികളും വ്യവസായ പ്രതിനിധികളും പങ്കെടുക്കും. ലോകത്തിലെ പ്രമുഖ ചലച്ചിത്ര വിപണിയായ കാനിൽ അവർ ഇന്ത്യയുടെ സർഗാത്മക സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കും. ഇന്ത്യ ആദ്യമായി കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഭാരത് പർവ സംഘടിപ്പിക്കുമെന്ന് വാർത്താവിതരണ മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്ത് വീണ്ടും സൂര്യാഘാതമേറ്റ് മരണം. തിരുവനന്തപുരം പാറശാല പ്ലാമൂട്ടുകടയിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ ഫ്രാൻസിസ് ആണ് കുഴഞ്ഞു വീണ് മരിച്ചത്. വേനൽ ചൂട് അതികഠിനമായ സാഹചര്യത്തിൽ തൊഴിൽ സമയ ക്രമീകരണങ്ങളെക്കുറിച്ചുള്ള പരിശോധന സംസ്ഥാനത്ത് തൊഴിൽ വകുപ്പ് ഊർജിതമാക്കി. ഫെബ്രുവരി മുതൽ 2650 പരിശോധനകളാണ് ഇതിനോടകം പൂർത്തിയാക്കിയത്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരം ആരംഭിച്ചു. ടോസ് നേടിയ ചെന്നൈ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം. പോയിന്റ് പട്ടികയിൽ ചെന്നൈ 4-ാമതും ഗുജറാത്ത് 10ാം സ്ഥാനത്തുമാണ്. വയനാട് തലപ്പുഴ ചിറക്കരയിൽ വയലിൽ കെട്ടിയിരുന്ന പശുക്കിടാവിനെ കടുവ കടിച്ചുകൊന്നു. അത്തിക്കാപ്പറമ്പിൽ AP അബ്ദുറഹ്മാന്റെ 8 മാസം പ്രായമുള്ള പശുക്കിടാവിനെയാണ് കടുവ കടിച്ചുകൊന്നത്. പ്രദേശത്ത് വനം വകുപ്പ് തിരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതി 21 ദിവസത്തെ ഇടക്കാല ജാമ്യം അനുവദിച്ചു. മദ്യനയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് ഉപാധികളോടെ ജാമ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം രാജ്യത്ത് സജീവം. 4ാം ഘട്ടത്തിലേക്കുള്ള പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. വോട്ടിംഗ് കണക്കുകളിൽ പൊരുത്തക്കേടുണ്ടെന്ന കോൺഗ്രസിന്റെ ആരോപണം തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് വീണ്ടും സൂര്യാഘാതമേറ്റ് മരണം. വേനൽ ചൂട് അതികഠിനമായ സാഹചര്യത്തിൽ തൊഴിൽ സമയ ക്രമീകരണങ്ങളെക്കുറിച്ചുള്ള പരിശോധന ഊർജിതമാക്കി തൊഴിൽ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. ടോസ് നേടിയ ചെന്നൈ ബൌളിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.